ഇന്ന് പറയ്. വന്നൂന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് വരണ്ടാന്ന് മെസ്സേജ്. ഇന്ന് വരണ്ട, പറയാൻ നോക്ക്. പിന്നെ നീ എന്തിനാ ഞാൻ ഇത്രയും ദിവസം മുന്നേ വരട്ടെ ചോദിച്ചല്ലേ. കറക്റ്റ് ഇന്നത്തെ ദിവസം എത്തിയിട്ട് നീ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എപ്പോ വരാൻ പറ്റും പിന്നെ? അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. ഇന്ന് എനിക്ക് പീരീഡ്സ് ആയി, അതുകൊണ്ടാണ്. നീ മോളെ നീ വെറുതെ എന്നെ പൊട്ടനാക്കാൻ നിൽക്കില്ലേ? അല്ലടാ, സീരിയസ് ആയിട്ടാ. പീരീഡ്സ് ആയോണ്ടല്ലേ, അല്ലെങ്കിൽ എന്തായാലും വരണ്ട പറയുക. എനിക്കെന്നെ അറിയുന്നില്ലേ. എനിക്കറിയില്ല നിന്നെ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിച്ച്. ശരിക്കും പീരിയഡ്സ് ഉണ്ടോ? ആ, എനിക്കെന്നെ എടുത്ത് കാണിച്ചു തരണം. എടുത്തിട്ടൊന്നും കാണണ്ട. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനല്ലേ എപ്പോഴും വിളിക്കുന്നേ. ഇത്രയും വിളിച്ചിട്ട് ഞാൻ ഇന്നോട് വരണ്ടാന്ന് പറയണെങ്കിലും അത് നല്ല പെയിനും ഉണ്ട്, അതുകൊണ്ടാ. ഹലോ, ആ മനസ്സിലാക്ക. എന്നാലും ഒരൊറ്റ പ്രാവശ്യം നോക്കപ്പാ. എനിക്ക് പെയിൻ ആയതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പിട്ടും കണ്ടിട്ടില്ലേ, നല്ല പെയിന്. തന്റെ എന്തെങ്കിലും കാര്യം വരുമ്പോ പെയിന് അത് ഇത്. ഒന്ന് മനസ്സിലാക്കടാ. ഞാൻ വേറെ ആരെയും നോക്കേണ്ടി വരും ഇനി? അങ്ങനെയൊന്നും പറയല്ല. അല്ല ഇനി ഞാനോ? വേണേ ഞാൻ വേറെ ആരെങ്കിലും കുഴപ്പമില്ല. നീ വേറെ ആരെയും നോക്കണ്ട. ഉറപ്പാണ്. ആ, ഒറ്റ തവണയല്ലേ. എനിക്ക് അത്രയും പിടിപ്പിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ തന്നെ ആക്കിത്തരാം. എന്തേ? എന്നാ നീ തന്നെ ആക്കിത്ത. ആര്യയുണ്ട്, ഓളെ വിളിക്കട്ടെ എന്നാൽ. ആര്യ? ആ ആരത്? ആ അതെല്ലാം ഉണ്ട്, ആക്കി തരും. ആ ആര്യാണേ ആര്യ. പിന്നെ എന്റെ അടുത്തേക്ക് വരൂ. ഇല്ല, വരുന്നില്ല ഞാൻ. പക്ഷേ ഓളെ എനിക്ക് എന്നെ പോലെ അങ്ങനെ കിട്ടൂല, കാരണം നോക്കാൻ ആൾക്കാർ ക്യൂ ആണ്. ഓൾ ഇനി വിളിക്കുമ്പോ ഫോൺ എടുക്കാനുള്ള ടൈം നോക്കുന്നുണ്ടാവില്ല. ആ, എല്ലാരും ഒരുപോലെ ആയിരിക്കൂല. പൊതുവസ്തുവാ? ആ അതെ. ഇതാരാണ് ആര്യാരാ? അതെന്റെ അപ്പുറം പഠിച്ചൊരു വേണ്ട. ഇപ്പൊ അവളെ പറ്റി അറിയുന്നു. കൊറേ കാലമായിട്ട് നമ്മള് വലിയ ഇതൊന്നും ഇല്ല, കണക്ഷൻ ഒന്നും ഇല്ല. ഇപ്പൊ അടുത്ത് ഇവിടുത്തെ ഒരു ഉത്സവത്തിന് കണ്ടയാ. പിന്നെ ഓളെ കൊറേ DP ഇതെല്ലാം കൊറേ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റും. ഒരു ദിവസം ഓളെ കാണുന്നത് ഞാൻ ഒരു റീല്, ഇപ്പൊ റീൽ എടുത്തിട്ടല്ലേ, ഒരു റീൽ എടുത്തിട്ട് വൈറലായിട്ടാ. അത് എനക്കൊരാള് എന്റെ ഫ്രണ്ട് തന്നെ അയച്ചാന്ന് വെച്ചാൽ അങ്ങനെയാണ് ഓളെ കാണുന്നത്. മോനെ അതൊരു ഒന്നൊന്നര റീല്. ടാറ്റു അടിക്കണ. എവിടെയെന്നറിയാവോ? ബാക്കില് ഫുള്ള് ടാറ്റു. ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കാലിന്റെ ആ ഒരു ഇവിടം വരെ ഫുൾ ടാറ്റു, അങ്ങനെ തന്നെ വെച്ചിട്ട്. അത് കഴിഞ്ഞാ ഞാൻ ഓളെ അക്കൗണ്ട് എടുത്തിട്ട് നോക്കുന്നത്. അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോ പിന്നെ ഒന്നും പറയണ്ട. ആദ്യം ഓളെ കല്യാണം കഴിഞ്ഞതാ, വീട്ടുകാരെല്ലാം കൂടി നല്ല രീതിയിൽ കഴിച്ചാണ്, ഒരു കുട്ടിയുണ്ട്. എന്നിട്ട് കല്യാണം കഴിഞ്ഞ ഓന്റെ പേര് ഓള് കയ്യിലെല്ലാം ടാറ്റു അടിച്ചിട്ട് അതെല്ലാം അന്ന് കണ്ടിന്. പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല, കുഞ്ഞിനെയും കാണുന്നില്ല. അപ്പൊ മറ്റേ പിള്ളേരോട് ചോദിച്ചപ്പോ ചങ്ങായിമാർ പറഞ്ഞത് ഓന്റെ അടുത്ത കുഞ്ഞിനുള്ളതെന്നോ, അപ്പൊ ഡിവോഴ്സ് ആയി പോലും. അപ്പൊ ജസ്റ്റ് കാണാൻ മാത്രം, കുട്ടീനെ കാണാൻ മാത്രം പോവാ, അങ്ങനെയേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ തന്നെയാണ്. അത് മാത്രല്ല, എന്റെ വേറൊരുത്തനെ കഴിച്ച് എന്നിട്ട് ഓന്റെ ഒപ്പം പോയിട്ട് ഓനാടെ ഇട്ടിട്ട് വേറൊരു മുസ്ലിം ചെക്കനെ കല്യാണം കഴിച്ചു.
അത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഓനെ ഇട്ടിട്ട് വേറെ എടുത്ത് ഏതോ ഒരുത്തനെ ഒപ്പരം പോയി. ഇപ്പൊ ആരപ്പരാന്നൊന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസം പോലും നിക്കൂല ഓന്റെ അത്ര താമസിക്കൂല. അപ്പൊ തന്നെ അടുത്ത ആളപ്പുറം പോകും. അങ്ങനൊരു കപ്പാസിറ്റി. ഓളെല്ലാം ഫുള്ള് മറ്റേ ഇതുപോലെ ആയിട്ടുണ്ടാവും. കിണറായിരുന്നല്ലേ? എല്ലാം നീയൊന്ന് ആലോചിച്ച് നോക്കറ. ഇത്രയും മാറി 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 മാറി. നമ്മളെല്ലാം ഒരാളെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അത് വേറെ കാര്യം. ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. എന്നെ ഇടക്കിടക്ക് വിളിക്കുന്നതേ ഉള്ളൂ അല്ലേ? അതിന്നെ മാത്രല്ലേ ഉള്ളൂ. അതെ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഞാൻ അതിലും വേദം. അല്ല ഇത് കിട്ടുവോ? കിട്ടാണ്ടെന്നാ കിട്ടുകയും ചെയ്യും. ഒന്ന് മെസ്സേജ് പക്ഷെ എനിക്ക് കിട്ടണ്ട. നല്ലതാണെ കിട്ടിട്ടാ. കണ്ട സിനിമ നടീനെ പോലെ ഇരിക്കും. എന്റെ അമ്മോ, അടിപൊളിയാ. അന്നെ കാണാൻ എടുക്കുന്നെങ്കിൽ ബാക്കിയെല്ലാം എടുക്കുന്നുണ്ട്. എനിക്കറിയില്ല. ആരെ പോലെയാന്ന് എനിക്കിത് പറഞ്ഞു തരുവാ. ഭയങ്കര ബോഡിയാ. ഭയങ്കര ഹൈറ്റും തടിയും എല്ലാം ആയിട്ട്. ഞാൻ എനിക്ക് റീല് ഷെയർ ചെയ്ത് തരാം. നേരെ മനസ്സിലാവും കണ്ടാല്. ഭയങ്കര ലുക്കാ. ഇപ്പൊ ഒരു പെണ്ണിന്റെ ഒപ്പം തന്നെയാ താമസിക്കുന്നത്. ഇപ്പോൾ രസാണോന്നാ തിരിയാത്ത. ഒരു പെണ്ണാന്ന് ഇപ്പൊ ഉള്ളത് ഒപ്പരം. ആ പെണ്ണും ഇങ്ങനത്തെയാണോ ഇവരൊപ്പരം വർക്ക് ചെയ്യുന്നതാണോ ഒന്നും അറിയില്ല. പിന്നെ അന്നൊരു പെണ്ണ് പറഞ്ഞു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്പായിലാണ്. ഏതോ സ്ഥലത്ത് അറിയില്ല. ഏതോ സ്പാല പോലും വർക്ക് ചെയ്യണത്. എന്നാന്ന് പിന്നെ നമുക്കറിയില്ലേ. പിന്നെ എന്തായാലും ഉറപ്പിക്കാം. അതേതാ സ്പാന്ന് അറിയാൻ പറ്റുമോ? എനിക്കറിയില്ല. എനിക്കോളെ കിട്ടണമെങ്കിൽ എന്തായാലും ഇനി അങ്ങ് തേടിപ്പോണ്ടി വരും. ഓളിൻ തന്നെ ഇങ്ങോട്ടേക്ക് വരൂല. ആടെ ഇത്രയും നല്ല ആണുങ്ങളെയും വെച്ചിട്ട് ഓളെന്തായാലും ഇങ്ങനെ വരില്ല. എനിക്ക് ഞാനില്ലേ പറ്റാനിട്ടല്ലേ. എന്താ മനസ്സിലാക്കാത്തെ? ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ ഓരോരിക്കൽ കാല് പിടിച്ച് കാലിട്ടുണ്ട്. എനിക്ക് വരാൻ പറ്റാത്ത സമയത്ത് ഞാൻ അന്നേരം കടിച്ചു പിടിച്ച് നിന്നിട്ടില്ലേ. അതേപോലെ ഒറ്റ ദിവസത്തേക്കല്ലേ പറഞ്ഞേ. ഒറ്റ ദിവസം കൊണ്ട് ശരിയാവൂ? ഒരു പെയിൻ ഒരു ദിവസമേ ഉണ്ടാവും. അത് എപ്പം വരുന്നതല്ല. പക്ഷെ ഇന്നെന്തോ വല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ എന്താ എന്നെ വിളിക്കുന്നത് തന്നെയല്ലേ. പീരീഡ്സ് ഒന്നും എനക്കൊരു പ്രശ്നമല്ല. അപ്പൊ നാളത്തേക്കെല്ലാം ഓക്കെ ആവുന്ന നീ പറയുന്നത്? നാളത്തേക്കെല്ലാം ശരിയാവും. ശരിയാവൂങ്കിൽ കുഴപ്പമില്ല. ആര്യനെ വേണമെങ്കിൽ കിട്ടിയാ നല്ലത്. നിങ്ങളാണുങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. കിട്ടിയാ നല്ലതല്ലേ. അന്നത്തേക്കൊരു പൊടി. എല്ലാ ആണുങ്ങളും എന്നെ പോലെ ഒന്നും എനിക്കറിയില്ല. ഓരോരുത്തരെ മനസ്സിൽ കൊണ്ട് നടക്കുന്നിട്ട് കിട്ടാണ്ടായ ആണുങ്ങളുടെ ഞാൻ പോലെ തന്നെ. അതെല്ലാം എന്നെ പോലെ തന്നെ. ഓള് വേറെ കെട്ടി പോവുകയും ചെയ്ത് അന്ന് ഞാനൊട്ടും കെട്ടിയിട്ടുമില്ല. പോവല്ല. അങ്ങനെയൊക്കെ പോയാലടി ശരിയാവുക? അത് പോക്കാ നീ പോകുന്നത്? ഇനി എന്തായാലും ഇന്ന് ഒരു വിളി ഉണ്ടാവില്ല അല്ലേ? പെയിൻ ആയതുകൊണ്ട് ഫോൺ വിളിക്കുന്നതിനെന്താ? എനിക്ക് വേറെ ആരെങ്കിലും സെറ്റ് ആയാ രാത്രി വിളിക്കാനും. പലതും തോന്നും. അങ്ങനെ വേറെ ആരെങ്കിലും സെറ്റ് ആയി നിന്റെ ഭർത്താവൊന്നും വീട്ടിലില്ലല്ലോ? ഇല്ല. ഒന്നാമത് ഈ പെണ്ണ് എന്ന് പറയുന്നതേ വിശ്വസിക്കാൻ നീയല്ലേ ഇപ്പൊ ഇങ്ങനെ ഗ്ലാമറെല്ലാം കൂടി കൂടി വന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൊഴുത്തു കൊഴുത്തു വരുന്നുണ്ട്. വേറെ ആളെ കിട്ടും.
അതെ, എല്ലാം കൂടി ഒന്ന് കൊഴുത്ത് വന്നിട്ട് കൊഴുപ്പിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഒന്നല്ലേ വേറൊന്നിനും എന്തായാലും കിട്ടും. ആ അന്റെ കൊഴുത്ത് എല്ലാം വരാണ്ട് ഊറ്റി ഇങ്ങക്ക് എന്തെങ്കിലും എടുത്തിട്ടാണ് കൊടുക്കോ? അന്റെ എല്ലാം ശരീരത്തിൽ നിന്ന് ഓരോന്ന് ഊറ്റി കുടിച്ചിട്ടാണ് നീ എല്ലാം തടിക്കുന്നത്. ആ തിരിച്ചും തരുന്നില്ലേ? അനക്ക് തരുന്ന അതെനിക്ക് ആവശ്യമില്ലാത്തത്. ആ ഓരോന്ന് ഒഴിച്ചങ്ങ് തരും. ഉം. മനുഷ്യന്മാരെ കൊല ചെയ്യലും കേറി അങ്ങ് ചെയ്താക്കല. ആ അതെന്റെ ഒരു രീതിയാ. നിന്റെ ആ ഒരു വണ്ണം എന്റെ വണ്ണം എല്ലാം നോക്കണ്ടേ? ഉം. ഞാനന്ന് പെരുമാറിയിട്ടില്ല. ചോറെല്ലാം ഉം. തിന്നാ? ഇല്ല ഇല്ല, ഇന്ന് പുറത്തുനിന്ന് ഏട്ടാ ഫുഡ് അയക്കൂന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു. അയക്കാനാ? സ്വിഗ്ഗിയാ? ഉം. ആ എന്താ ചെയ്യാ, വേറൊരു കാര്യം മര്യാദ മര്യാദക്ക് ഭർത്താവ്. അറിയില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യമില്ല. ഈ കാര്യത്തില് മാത്രം ഭയങ്കര അല്ലേ? ഈ കാര്യത്തിൽ നിങ്ങൾ എത്തുന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതെ അതുകൊണ്ടല്ലേ ഇനിയിപ്പോ വിളിക്കുന്നു. അതെ, മനസ്സിലായി. ഉം. ഉം. എന്നാ പിന്നെ നിന്റെ കാര്യം നടക്കട്ടെ. ഓക്കെ, ശരി, നാളെ വിളിക്കാം. ഓക്കെ, നാളെ വിളിക്കാന്നല്ല, നാളെ വരാം ആ എന്തായാലും. നാളെ വാ. ഇനി നാളെ കെട്ടിയവന് വീട്ടിലുണ്ട്, അങ്ങോട്ട് പടിയേരി പോലെ ഇല്ല ഒന്നും പറയില്ല. നാളെ ഇല്ല, അവർക്ക് ഒരാഴ്ച ആയിട്ട്. ആയിക്കോട്ടെ.